എമ്പുരാൻ സിനിമയുടെ ടീസറിൻ്റെ ഹിഡൻ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ടീസറിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്ന ഗുറാഘോഷ് ദ ഗോസ്റ്റ് ടൗൺ എന്ന നോർത്ത് ഈൻ ഇറാഖിലെ സ്ഥലമാണ്. അടുത്ത ഷോട്ടിൽ ഡെത്ത് ടു ദ എവിൾ എന്ന് ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ജതിൻ രാംദാസ് തൻ്റെ അച്ഛനായ രാംദാസിൻ്റെ ഫോട്ടോ നോക്കി നിൽക്കുന്നത് നമുക്ക് ഈ ഒരു ഷോട്ടിൽ കാണുന്നുണ്ട്. ഇത് മിക്കവാറും മുഖ്യമന്ത്രി ആയതിനു ശേഷം ജതിൻ രാംദാസ് നിൽക്കുന്ന ഒരു രംഗം തന്നെ ആയിരിക്കാം. മഞ്ജു വാര്യരുടെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. രാംദാസിൻ്റെ ഒരു പ്രതിമ കാണിക്കുന്നുണ്ട്. ലൂസിഫറിൽ സ്റ്റീഫൻ്റെ വാഹനമായ ആ വിൻറ്റേജ് അംബാസഡർ കാർ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇംഗ്ലീഷ് സോങ് പ്ലേ ചെയ്യുന്നുണ്ട്. ആ സോങ്ങിൻ്റെ അർത്ഥം ഞാൻ മലയാളത്തിൽ പറയാം. അണയുന്ന തീജ്വാല പോലെ, ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ, തിരിച്ചു വരാത്ത ഇടം പോലെ, ഇത് അവസാനമാണോ, എന്നേക്കുമായി പോയോ, ഒരു വെളിച്ചമോ പ്രതീക്ഷയോ, അവസാന പോരാട്ടമോ, അല്ലെങ്കിൽ എല്ലാം നുണയാണ്, നമ്മൾ വെറുതെ ജീവിക്കുന്നു. ഒരു പ്രതീക്ഷ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സോങ്ങാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഈ ഒരു സോങ് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യുമ്പോൾ കുറച്ച് മിലിറ്ററിക്കാർ പോകുന്നത് കാണുന്നുണ്ട്. ഹെലികോപ്റ്ററും പല സംഭവങ്ങളുമായിട്ട് മൊത്തത്തിലൊരു ആർമി സെറ്റപ്പാണ് ഇവിടെ ഈ ഒരു പിക്കിൽ കാണുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഷോട്ട് വരുന്നുണ്ട്. ഇത് മഞ്ജു വാര്യർ ആവാനാണ് സാധ്യത. ഇതുപോലൊരു ഷോട്ട് ഒരു സീനിലും കൂടി ഉണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. ലൂസിഫർ സിനിമ മുതൽ പൃഥ്വിരാജ് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ബാക്ക് ഷോട്ട്സ്. അത് എമ്പുരാനിലും ഉണ്ടെന്ന് ഉറപ്പായിരിക്കുകയാണ്. പിന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൂലിപ്പടയാളികളാണ് ഹിറ്റ് ഗ്രൂപ്പിനെ നയിക്കുന്നതെന്ന് പറയുന്നു. എമ്പുരാൻ്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെൻറ്റിൽ ഒരു ആർമി ലേഡീനെ കാണിച്ചിരുന്നു. അവരുടെ ഷോട്ടാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ലേഡി അവരുടെ മെയിൻ ഓഫീസറിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഗബൂക്ക കാർട്ടറിൽ എത്തിയിട്ടുണ്ട്, ഖുറേഷ്യൻ ഗ്യാങ് ഒരു പ്ലേസിലുണ്ടാവും, ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. ഈ ഗബൂക്ക എന്നുള്ള ആ ഒരു വേർഡ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കേട്ടതാണ്. എന്തായാലും ഗബൂക്ക എന്ന ക്യാരക്ടറിന് എമ്പുരാൻ സിനിമയിൽ നല്ല പ്രാധാന്യം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. പിന്നെ കുറച്ച് ഫ്ലാഷ് ബാക്ക് സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്രശാന്ത് നീലിൻ്റെ ഒക്കെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് തോന്നുന്നുണ്ട്. പിന്നെ അടുത്ത ഷോട്ടിൽ ഒരു മിലിറ്ററി ഹെലികോപ്റ്റർ കാണിക്കുന്നുണ്ട്. ഭയങ്കര വലിപ്പമുള്ളൊരു കുരിശ് വീഴുന്നുണ്ട്. പിന്നെ ലൂസിഫറിലെ ഗോവർദ്ധൻ്റെ ഹിറ്റ് ഡയലോഗായ ഹിന്ദുക്കളിൽ മഹിരാവണൻ, ക്രിസ്ത്യാനികൾക്കിടയിൽ ലൂസിഫർ എന്ന ആ ഒരു ഡയലോഗില്ലേ, ആ ഒരു ഡയലോഗ് വരുമ്പോൾ ലാലേട്ടൻ്റെ ഖുറേഷി അബ്രഹാം എന്ന ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഈ ഒരു ടീസറിൽ കാണുന്നത്. ഒരു മിലിറ്ററി ഹെലികോപ്റ്ററിൽ നിന്ന് ഖുറേഷി എന്ന ക്യാരക്ടർ ഇറങ്ങുന്നു. സ്വന്തമായിട്ടൊരു മിലിറ്ററി ഹെലികോപ്റ്ററൊക്കെ കയ്യിൽ വയ്ക്കാമെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പവർ നമ്മൾ ആലോചിക്കണം. പിന്നീട് ലാലേട്ടൻ്റെ ആ ഒരു മോതിരം കാണിച്ചുള്ളൊരു ഷോട്ട്. പിന്നെ കാണുന്നത് ഒരു വമ്പൻ എൻട്രിയാണ്. തിയേറ്ററിൽ നമ്മൾ കൊടുക്കുന്ന കാശിന് വെർത്തായിട്ടുള്ളൊരു സീൻ തന്നെയാണ് ഈ കാണുന്നത്. ഈ ഒരു സീനിൽ ആ ഒരു സിനിമാറ്റോഗ്രാഫിയും കളർ ഗ്രേഡിങ്ങും ലാലേട്ടൻ്റെ സ്വാഗും എല്ലാം കിടിലനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചർച്ചിൽ തീപിടുത്തം കാണുന്നുണ്ട്. പിന്നെ ഖുറേഷി അബ്രഹാമിനെ സ്കെച്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ ഒരു ടീസറിൽ കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു ബാക്ക് ഷോട്ടും കിടിലനായിരുന്നു. പിന്നെ ഒരാൾ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നുണ്ട്. അത് പൃഥ്വിരാജ് ആണെന്ന് തോന്നുന്നു. പിന്നെ ആസ് യൂഷ്വൽ ലാലേട്ടൻ ഫയർ ചെയ്യുന്നതും സ്റ്റീഫൻ്റെ ഒരു റീ എൻട്രി വരുന്നുണ്ട്. പിന്നെ ഇതാണ് സുരാജ് പറഞ്ഞ ആ ഒരു ജംഗിൾ പൊളി എന്ന് തോന്നുന്നു. കാട്ടിൽ വെച്ചൊരു ഇൻ്റർവെൽ ഫൈറ്റ് സീൻ ഉണ്ടെന്ന് റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ആയിരിക്കാം ഇത്. നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു മഞ്ജു വാര്യരുടെ ആ ഒരു ബാക്ക് ഷോട്ട് ഈ ഒരു സീനിൽ ഉള്ളതായിരിക്കാം. എന്തായാലും ഈ ഒരു സീൻ ഒന്നൊന്നര സീനായിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. മുണ്ട് മടക്കി സ്റ്റീഫൻ്റെ ആ ഒരു വരവ്. പിന്നെ ഈ ഒരു ഷോട്ടിൽ കാണിക്കുന്നത് ഖുറേഷിൻ്റെ ചെറുപ്പകാലമാണ്. ഇത് പ്രണവ് മോഹൻലാൽ ആണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്താണ് സത്യാവസ്ഥ എന്ന് അറിയില്ല. സലാറിൽ പൃഥ്വിരാജിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച ആ ഒരു പയ്യന് ഈ ഒരു സിനിമയിലും പൃഥ്വിരാജിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിക്കുന്നുണ്ട്. ഒന്നുകിൽ ആ ഒരു പയ്യനാവും ഇത്. പ്രണവ് മോഹൻലാലും ഈ ഒരു സിനിമയിൽ ഉണ്ടെന്നൊക്കെ റൂമേഴ്സ് വന്നതാണ്. നമുക്ക് ആ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ലാലേട്ടൻ്റെ ചെറുപ്പകാലം അവതരിപ്പിക്കാനും ഇതിലും വലിയൊരു ഓപ്ഷൻ വേറെ ഇല്ല. പിന്നെ ഒരു മിലിറ്ററി ട്രക്കൊക്കെ ബ്ലാസ്റ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. എന്തായാലും മിലിറ്ററി വേഴ്സസ് ഖുറേഷി അബ്രഹാം വാർ ഈ ഒരു സിനിമയിൽ ഉറപ്പാണ്. അത് ഈ ഒരു സിനിമയുടെ ടീസർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടീസറിൻ്റെ അവസാന ഷോട്ടിൽ ഒരു സ്റ്റാർ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഡെവിളിസത്തിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എമ്പുരാൻ സിനിമയുടെ ടീസർ കണ്ടിട്ട് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ഹിഡൻ ഡീറ്റെയിൽസ്. എന്തായാലും ഈ ഒരു ടീസർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.